ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. കുറച്ച് കാലമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന കുറച്ച് സ്പൈഡ് പിക്സ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ പുതിയ ജനറേഷൻ റെനോയുടെ ഇനി വരാൻ പോകുന്ന SUV ആണ്. പുതിയ ജനറേഷൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം അതിൻ്റെ പേര് അവർ ഡസ്റ്റർ തന്നെ കൊടുക്കുമെന്നറിയില്ല. എന്തായാലും റെനോയ്ക്ക് ഇനി അടുത്ത വർഷം അവർ ഇന്ത്യയിൽ കൊണ്ടുവരാൻ പോകുന്ന ഒരു അബവ് 4 മീറ്റർ കോമ്പാക്ട് SUV ഉണ്ട്. അവരുടെ CMF-B എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ വരാൻ പോകുന്ന വണ്ടിയാണ്. മിക്കവാറും ഡസ്റ്റർ എന്ന് തന്നെയായിരിക്കും പേര് കൊടുക്കാൻ പോകുന്നത്. എനിവേ ഈ വണ്ടി ഇപ്പോൾ ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെസ്റ്റിംഗ് കണ്ടിരിക്കുന്നത് ഈ വാഹനത്തിന് നമ്മുടെ കേരളത്തിലാണ്. അതിപ്പോൾ നിങ്ങൾക്ക് ഏത്തയ്ക്ക 3 കിലോ അതൊക്കെ വായിച്ചാൽ തന്നെ മനസ്സിലാവും. സാധാരണഗതിയിൽ വണ്ടികൾ ടെസ്റ്റിംഗ് ഇവിടെ നടക്കാറുണ്ടെങ്കിൽ പോലും ഓരോ ലേറ്റസ്റ്റ് സ്റ്റേജിലായിരിക്കും നടക്കുന്നത്. അതായത് ആദ്യം അവർ പുറത്തൊക്കെ ടെസ്റ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് പിന്നെ വണ്ടി ഇറക്കുന്നതിന് ഒരു 3-4 മാസം മുന്നേയൊക്കെ ആയിരിക്കും കേരളത്തിൽ നമുക്ക് ടെസ്റ്റിംഗ് വണ്ടികൾ കാണാൻ പറ്റുന്നത്. ഈ വണ്ടിയുടെ കേസ് നേരെ തിരിച്ചാണ്. ആദ്യം തന്നെ ടെസ്റ്റിങ്ങിൽ കണ്ടിരിക്കുന്നത് കേരളത്തിലാണ്. സോ അത് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് അത് പറയണം തോന്നി. എന്തായാലും പെട്ടെന്ന് കാണുന്ന സമയത്ത് നമുക്ക് ഇൻ്റർനാഷണലി വന്നിരിക്കുന്ന ആ സെയിം ബിഗ്സ്റ്റർ, അതായത് ഡാഷ്യയുടെ ബിഗ്സ്റ്റർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ആ വാഹനത്തിൻ്റെ ഡസ്റ്റർ വേർഷനാണ് നമുക്ക് ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നത്. ഇതിൻ്റെ കഴിഞ്ഞ വർഷം ഡാഷ്യ ഡസ്റ്റർ എന്ന് പറഞ്ഞ വണ്ടി തന്നെയാണ് ഇറങ്ങിയത്. ബിഗ്സ്റ്റർ ഈ വർഷം കുറച്ച് മുന്നെയാണ് ഇറങ്ങിയത്. അത് ഒരു ഡസ്റ്ററിൻ്റെ തന്നെ വലിയ വേർഷനായിരുന്നു. അതായത് ഇത്തിരി കൂടെ നീളമൊക്കെ കൂട്ടി കുറച്ചും കൂടെ വീതിയൊക്കെ ഉള്ള ഇത്തിരി കൂടെ വലിപ്പമുള്ളൊരു വണ്ടി. പക്ഷേ 7 സീറ്റർ അല്ലായിരുന്നു, അത് ഒരു 5 സീറ്റർ ആക്കി തന്നെയാണ് ഇറക്കിയത്. ഇന്ത്യയിലേക്ക് എന്തായാലും നമുക്ക് വരാൻ പോകുന്ന 2 വണ്ടികളാണ്. ഒന്ന് ഇതിൻ്റെ 5 സീറ്റർ വേർഷനും പിന്നെ ഇതിൻ്റെ തന്നെ കുറച്ചും കൂടെ വലിപ്പമുള്ളൊരു 7 സീറ്റർ വേർഷനും. എന്തായാലും ആദ്യം വരാൻ പോകുന്ന ഈ വണ്ടിയായിരിക്കും. അത് കഴിഞ്ഞ് ലേറ്റർ സ്റ്റേജിലായിരിക്കും 7 സീറ്റർ വേർഷൻസ് വരാൻ പോകുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു നിസാൻ ഡെറിവേറ്റീവും ഉറപ്പായിട്ടും ഉണ്ടാകും. അതിൻ്റെ പേരിന് ഇപ്പോൾ അവർ എന്ത് കൊടുക്കുമെന്ന് അറിയില്ല. നിസാൻ സത്യം പറഞ്ഞൊരു പുതിയ പേര് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം ഇന്ത്യയിൽ ടെറാനോ ഒരു ഡീസൻ്റ്ലി സ്ട്രോങ് ആയിട്ടുള്ള നെയിം പ്ലേറ്റ് ആയിരുന്നു, പക്ഷേ കിക്സ് ഒട്ടും സ്ട്രോങ് അല്ലായിരുന്നു. അതുകൊണ്ട് എന്തായാലും ആ ഒരു പേര് അവർക്ക് ഇനി കൊടുക്കേണ്ട കാര്യമില്ല. ഏതായാലും നമ്മൾ മെയിനായിട്ട് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വേർഷൻസ് ഇപ്പം അവർ അൺവെയിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ ഡസ്റ്ററാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സ്പെക്ക് വണ്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ബൗണ്ട് വണ്ടിയാണ് എന്ന് പറയാം. പക്ഷേ ഇന്ത്യൻ സ്പെക്ക് ഇതായിരിക്കും എന്നിപ്പോഴും കൺഫേം ചെയ്യാൻ പറ്റില്ല. എന്തായാലും വണ്ടി റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. അതുപോലെ ഡാഷ്യയുടെ വണ്ടിയല്ല, റെനോയുടെ വണ്ടിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒറിജിനൽ വണ്ടി ഡാഷ്യയുടെ ആണ്, പക്ഷെ എന്നാൽ അത് റെനോ എടുത്ത് റീബാഡ് ചെയ്യുന്നുണ്ട് ഡസ്റ്ററായിട്ട്. അങ്ങനെയാണ് നമുക്ക് ആദ്യം ഇന്ത്യയിൽ 2012 ഡസ്റ്റർ കിട്ടിയത്. എനിവേ ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡാഷ്യയുടെ വണ്ടി വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഗ്രില്ലിലുള്ള കുറച്ച് എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. DC എന്നൊക്കെ പറഞ്ഞ് കണ്ടിന്യൂ ചെയ്യുന്ന ഡാഷ്യയുടെ ലോഗോ ഉള്ള എലമെൻറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. അത് മൊത്തം എടുത്ത് കളഞ്ഞിട്ട് റെനോയുടെ ബാഡ്ജിങ് ആണ് ഇപ്പോൾ ഇതിനകത്ത് വരുന്നത്. ലെറ്ററിംഗ് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഒരു ലോഗോ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. അത് കാണാൻ അത്യാവശ്യം രസമുണ്ട്. ബാക്കി സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. നമുക്ക് ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റ് വരുന്ന എല്ലാം ഡാഷ്യയുടെ വാഹനം പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. LED ലൈറ്റ്സ് ആണ് വരുന്നത്. DRLസും കൊടുത്തിട്ടുണ്ട്. അത് എൻഡിലേക്ക് വരുമ്പോഴേക്കും 2 പീസായിട്ട് പോകുന്ന പോലെയാണ് DRLസ് വരുന്നത്. പിന്നെ താഴേക്ക് വരുന്ന സമയത്ത് വണ്ടിക്ക് അത്യാവശ്യം നല്ലൊരു റഫ് ആൻഡ് ടഫ് ലുക്ക് കൊടുക്കാനായിട്ട് ഇവരിതിൻ്റെ ബമ്പർ പെയിൻറ്റ് ചെയ്തിട്ടില്ല. കൈൻഡ് ഓഫ് ഒരു കോസ്കറ്റിംഗ് ആണ്, പക്ഷെ എന്തായാലും അത് കാണാൻ രസമുണ്ട്. അതിൻ്റെ താഴത്തായിട്ട് ഒരു ഫോഗ് ലാമ്പ് മൗണ്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് മെയിൻ എയർ ഇൻടേക്ക് ഏരിയ ഒക്കെ താഴത്ത് കാണാം, എയർ ഡാമായിട്ട്. പിന്നെ സ്കിഡ് പ്ലേറ്റ് പോലൊന്നും കൊടുത്തിട്ടില്ല. ഇനി വരെ ഒരു ബ്ലാക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ താഴത്തൊരു സിൽവർ സ്കിഡ് പ്ലേറ്റും കൂടെ കൊടുക്കാവുന്നുള്ളൂ. ഇന്ത്യയിൽ ചിലപ്പോൾ നമുക്കത് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിലും നമുക്ക് ഈ വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു ലുക്ക് കാണാം. അതായത് ഫെൻഡറിൻ്റെ ബാക്കിലായിട്ട്, അതായത് ഡോറിൻ്റെ എൻഡിലായിട്ട് തന്നെ ഒരു ചെറിയ ഡിസൈൻ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഫംഗ്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ ശരിക്കും എയർ ഡാം പോലെയൊക്കെ വേണമെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ കൂടുതൽ ഒരു ഡിസൈൻ പോലെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ലാൻഡ് റോവറിലൊക്കെ കാണുമല്ലോ, അങ്ങനത്തെ ഒരു സംഭവമാണ് വരുന്നത്. പിന്നെ ഈ വാഹനത്തിൻ്റെ ബാക്കിലത്തെ ഡോർ ഹാൻഡിൽ C-പില്ലർ മൗണ്ടഡ് ആണ്. സാധാരണ നമ്മുടെ കൺവെൻഷണൽ പൊസിഷനിലല്ല വരുന്നത്. വണ്ടി ത്രൂ ഔട്ട് സൈഡ് ബോഡി ക്ലാഡിംഗ് ഒക്കെ റൺ ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്തായാലും ഉണ്ടാവും. പിന്നെ ഡയമെൻഷൻസ് വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലുപ്പമുള്ള വാഹനം തന്നെയാണ്. നീളത്തിൻ്റെ കേസിൽ 4343 മില്ലിമീറ്റേഴ്സ് ആണ് വരുന്നത്. അതുപോലെ വിട്ടാണെങ്കിലും 1817 മില്ലിമീറ്റേഴ്സ് ഉണ്ട്. ഈവൻ വീൽ ബേസും വളരെ കൂടുതലാണ്. 2657 മില്ലിമീറ്റേഴ്സ് ആണ് ഇവരിപ്പോൾ അൺവെയിൽ ചെയ്തിരിക്കുന്ന ഒരു വാഹനത്തിന് ഡയമെൻഷൻസ് വീൽ ബേസ് വന്നിരിക്കുന്നത്. ഡയമെൻഷൻസിൻ്റെ കേസ് എടുക്കുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ വരുന്ന വണ്ടി ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഇൻഫാക്ട് നമുക്കിപ്പം ഇന്ത്യയിൽ കിട്ടാൻ പോകുന്ന വണ്ടി റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടി എന്ന് പറയുന്നത് അവർ ഇന്ത്യയാണ് അതിൻ്റെ മെയിൻ പ്രൊഡക്ഷൻ ഹബ്ബായിട്ട് വെച്ചിരിക്കുന്നത്. ഈ വണ്ടി വേറെ ഏതൊക്കെ മാർക്കറ്റിൽ പോയാലും അത് ഇന്ത്യയിൽ നിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് പിന്നെ ആയിരിക്കും പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യമുണ്ട്. അതാണ് ഞാനിപ്പോൾ ഈ വണ്ടി ഇവിടെ കാണിക്കുന്നതാണ്. ചെറിയ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഇതിൻ്റെ ഡിസൈനിൽ അവർ വരുത്തിയേക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ പോലും മെയിൻ വണ്ടി ഇത് തന്നെയായിരിക്കും. പിന്നെ ഇതിൻ്റെ അലോയ്സ് നമുക്ക് എടുക്കാം. ഇൻ്റർനാഷണലി പല ഡിസൈനുള്ള അലോയ്സ് ഈ വാഹനത്തിൽ വരുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന അലോയ്സ് ആണ്. ആൻഡ് പറഞ്ഞു വരുമ്പോൾ ഈ വണ്ടി 4 വീൽ ഡ്രൈവ് ആണ്. അതിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഫെൻഡറിലായിട്ട് കാണാൻ പറ്റും. 17 ഇഞ്ച് അലോയ്സ് ആണ് ഇപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇന്ത്യയിലും 17 ഇഞ്ച് തന്നെ ആയിരിക്കും മിക്കവാറും മാക്സിമം സൈസ് വരുന്നത്. ഈ സെഗ്മെൻറ്റിൽ പല കമ്പനികളും 18 ഇഞ്ച് വീൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ റെനോ അങ്ങനെ ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് കണ്ടറിയാം. ഈ വീൽസും കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല. 5 സ്പോക്ക് വീൽസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നേരത്തെ കണ്ട ടെസ്റ്റിംഗ് ഇമേജസ് നോക്കുകയാണെങ്കിലും അതിൻ്റെ അകത്തൊരു 5 സ്പോക്ക് വീലായിരുന്നു അവരിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഇതുപോലെയാണെന്ന് തോന്നിയില്ല, കുറച്ച് വ്യത്യാസമുള്ളത് തോന്നി. പക്ഷെ എന്തായാലും സംഭവം 5 സ്പോക്ക് തന്നെ ആയിരുന്നു.
ഇനി ബാക്കിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ കണ്ട അതേ ഒരു റഫ് ആൻഡ് ടഫ് ലുക്ക് തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഇവിടെയും ഫോളോ ചെയ്തിരിക്കുന്നത്. ഭയങ്കര ബോക്സിയാണ്, ഒരുപാട് കട്ട്സും ക്രീസസ് ഒന്നും ഇതിൻ്റെ ബാക്കിൽ ഒരു കൊടുത്തിട്ടില്ല. പിന്നെ ടെയിൽ ലൈറ്റ് ആണെങ്കിലും നമുക്ക് ബൂട്ടിലേക്ക് അങ്ങനെ കയറി നിൽക്കുന്ന പോലത്തെ ടെയിൽ ലൈറ്റ് ഒന്നും അല്ല, സാധാരണ സൈഡിൽ തന്നെ നിൽക്കുന്ന രീതിയിലുള്ള ടെയിൽ ലൈറ്റ്സ് ആണ്. ആൻഡ് LED ടെയിൽ ലൈറ്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ആൻഡ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ബാക്കിലത്തെ വിൻഷീൽഡ് ഏരിയ അത്യാവശ്യം ചെറുതാണ്. നമ്മൾ ഈ കൂപ്പേ SUVസിലൊക്കെ കാണില്ലേ, വളരെ ചെറിയ വിൻഷീൽഡ് ഏരിയ ബാക്കിൽ, അത്രയൊക്കെ തന്നെ ഈ വണ്ടിയിലുള്ളൂ. അവർ കൂടുതലും നമ്മുടെ ഒരു ഡിക്കി സ്പേസ് ആയിട്ട്, അതായത് അതിൻ്റെ ഒരു ഡോറിൻ്റെ സൈസ് വല്ലാത്ത നീളം പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ നമുക്ക് ഡസ്റ്ററിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. ബാക്കിൽ എന്തായാലും ഒരു റെനോയുടെ ലെറ്ററിങ് കൊടുത്തിട്ടില്ല, അതിന് പകരം ലോഗോ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ റിയർ വൈപ്പർ ഉണ്ട്, അതുപോലെ ബാക്കിൽ ചെറിയൊരു സ്പോയിലർ പോലെ നമുക്ക് കാണാം. റൂഫ് റെയിൽസും ഷാർക്ക് ഫിൻ ആൻറ്റിനൊക്കെ അവൈലബിൾ ആണ്. റൂഫ് റെയിൽസ് ആണെങ്കിൽ പോലും ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. വണ്ടിയിൽ ഒരുപാട് നമുക്ക് ആ ഒരു റഫ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മാറ്റ് ബ്ലാക്ക് എലമെൻറ്റ്സ് അത്യാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ക്രോമിൻ്റെ യൂസേജ് ഈ വണ്ടിയിൽ ആക്ച്വലി അത്യാവശ്യം കുറവാണ്. ഡാഷയുടെ വേർഷനിൽ പിന്നെ ഫ്രണ്ടിലത്തെ ഗ്രില്ലിലൊക്കെ ക്രോം ഉണ്ടായിരുന്നു, ഇതിൻ്റെ അകത്ത് പക്ഷേ റെനോയുടെ ലെറ്ററിങ് ആയതുകൊണ്ട് അത് മാത്രമേ ക്രോമിലുള്ളൂ. ഫ്രണ്ടിൽ സിൽവർ സ്കിറ്റ് പ്ലേറ്റ് ഇല്ലായിരുന്നെങ്കിലും ഒരു ബാക്കിൽ എന്തായാലും സിൽവർ കളറിലുള്ള സ്കിറ്റ് പ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്കിലെയും ബമ്പർ പെയിൻറ്റഡ് ഒന്നും അല്ല, അത് ഒരു ബ്ലാക്ക് കളറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. താഴത്ത് നമുക്ക് റിഫ്ലക്റ്റേഴ്സ് ഉണ്ട്. ഇനി ഇൻറ്റീരിയറിലെ കേസിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇതുവരെ റെനോയുടെ വാഹനങ്ങളിൽ ഇന്ത്യയിൽ അങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് സാധനങ്ങൾ ഈ വാഹനത്തിൽ കാണാൻ പറ്റും. ആദ്യം തന്നെ അതിൽ വരുന്ന സ്റ്റിയറിംഗ് വീലാണ്, റെനോയുടെ പുതിയ ലോഗോയുടെ സ്റ്റിയറിംഗ് വീലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ കാണുന്നത് കൈഗറിലും അതുപോലെ ട്രൈബറിലൊക്കെ ഉള്ള സ്റ്റിയറിംഗ് വീലാണ്. കുറച്ചും കൂടെ വ്യത്യാസമുണ്ട് ഇതിന്. 3 സ്പോക്ക് ആണെങ്കിലും കുറേ സിൽവർ ആക്സൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡിസൈൻ പാറ്റേണിൽ വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ ബട്ടൺസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് കൈഗറിലും ട്രൈബറിലൊക്കെ കാണുന്ന സ്റ്റിയറിംഗ് വീലിൽ ഉള്ള പോലെയാണ്, പക്ഷേ ഇതിനകത്ത് കൂടുതൽ ഫംഗ്ഷനാലിറ്റീസ് അവർ കൊടുത്തിട്ടുണ്ട്. ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ്. ആൻഡ് ഈ സ്റ്റിയറിംഗ് വീല് കൈൻഡ് ഓഫ് ഒരു സ്ക്വർക്കിൾ പോലത്തെ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അതായത് ഫ്ലാറ്റ് ബോട്ടം അല്ല, കാരണം താഴത്ത് മാത്രമല്ല ഒരു ഫ്ലാറ്റ് പോലത്തെ ഫിനിഷ് കൊടുത്തിരിക്കുന്നത്, മുകളിലും ഇത്തിരി ഫ്ലാറ്റ് പോലത്തെ ഒരു ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിൻ്റെ കേസെടുക്കുകയാണെങ്കിൽ 7 ഇഞ്ചസിൻ്റെ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ആയിരിക്കും ഇതിൻ്റെ അകത്ത് വരാൻ പോകുന്നത്. ക്രൂസ് കൺട്രോളൊക്കെ ഡെഫിനറ്റ്ലി ഈ വാഹനത്തിലുണ്ടാവും. ഇനി സെൻറ്റർ കൺസോൾ ഏരിയയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കവിടെ പുതിയ 10.1 ഇഞ്ചസിൻ്റെ ഇൻഫോടൈം സിസ്റ്റം കാണാം. റെനോയുടെ ഇന്ത്യയിലുള്ള ഇപ്പോഴത്തെ വാഹനങ്ങളെല്ലാം വരുന്നത് 8 ഇഞ്ചസിൻ്റെ ഇൻഫോടൈം സിസ്റ്റം ആണ്, പക്ഷേ എന്തായാലും ഇതങ്ങനെയല്ല, പുതിയ ഇൻഫോടൈം സിസ്റ്റം ആണ് കിട്ടുന്നത്. ഇതിൻ്റെ UIയും സംഭവങ്ങളൊക്കെ നമുക്കിപ്പോഴും ഭയങ്കര മോഡാണ്. ഇപ്പോൾ ഹ്യുണ്ടായി ലെവലിലുള്ള ഇൻഫോടൈം സിസ്റ്റം ഒന്നുമല്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് സൈസിൻ്റെ കാര്യത്തിലെങ്കിലും വ്യത്യാസം വന്നല്ലോ. പിന്നെ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ AC വെൻസ് കാണാം. അതിൻ്റെ അകത്തും നമ്മൾ ഫ്രണ്ടിൽ DRൽ കാണുന്ന പോലത്തെ ഒരു ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്, അത് അത്യാവശ്യം രസമുണ്ട്. സിൽവർ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. താഴത്ത് നമുക്ക് കൺട്രോൾസ് കാണാം ACയുടെ. പിന്നെ അതിൻ്റെ താഴത്തേക്ക് വരികയാണെങ്കിൽ കുറച്ച് സ്റ്റോറേജ് ഏരിയാസ് ആണ് വരുന്നത്. ഇന്ത്യയിൽ നമുക്ക് വയർലെസ് ചാർജിങ് പാഡ് കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്, കാരണം അവരുടെ കൈകളിൽ നമുക്കത് അവൈലബിൾ ആണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഗിയർ ലിവറും അതുപോലെ ഇതിപ്പോൾ 4 വീൽ ഡ്രൈവ് വാഹനമായതുകൊണ്ട്, അതായത് ഓൾ വീൽ ഡ്രൈവ് ആണ് ഈ വണ്ടി, അതുകൊണ്ട് അതിൻ്റെ കുറച്ച് സെലക്ടർ നോബ് പോലെ വട്ടത്തിലൊരു നോബ് കൊടുത്തിട്ടുണ്ട്. 4 വീൽ ഡ്രൈവ് ഇന്ത്യയിലേക്ക് വരുമോ എന്നുള്ള കാര്യം നമ്മളിനിപ്പോൾ കണ്ടറിയേണ്ടി വരും. ഇന്ത്യയിൽ ആകെപ്പാടെ ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ നമുക്ക് ഓൾ വീൽ ഡ്രൈവിൻ്റെ ഓപ്ഷൻ ഉള്ളത് ഗ്രാൻഡ് വിറ്റാരയും ഹൈറൈഡറും മാത്രമേ ഉള്ളൂ. അത് തന്നെ അധികം ആൾക്കാർ എടുക്കുന്നില്ല. അപ്പോൾ പിന്നെ പണ്ട് ഡസ്റ്ററിൽ ഓൾ വീൽ ഡ്രൈവ് കൊടുത്ത പോലെ റെനോ ഇനിയും ചാൻസ് എടുക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി വരും. എന്തായാലും ഡാഷ്ബോർഡിൻ്റെ ലേഔട്ട് നോക്കുകയാണെങ്കിൽ ഈ വാഹനം നമ്മൾ മൊത്തത്തിൽ എക്സ്റ്റീരിയറിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ഒരു റഫ് ലുക്കുള്ള ഡാഷ്ബോർഡാണ്. സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒന്നും കൊടുത്തിട്ടില്ല. പകരം നമുക്ക് ആ AC വെൻസിന് ചുറ്റും കുറച്ച് സിൽവർ ആക്സൻസ് ഒക്കെയാണ് വരുന്നത്. ആൻഡ് ഡാഷിൻ്റെ ടോപ്പ് പോർഷൻ നോക്കുകയാണെങ്കിൽ അതും സാധാരണ ഹാർഡ്വെയറിംഗ് മെറ്റീരിയൽ തന്നെയാണ്, അല്ലാതെ സോഫ്റ്റ് ടച്ച് ഒന്നും അല്ല. മൊത്തത്തിൽ കാണുമ്പോൾ നമുക്ക് ഒരു റഫ് ലുക്കുണ്ട്, പക്ഷേ ഭയങ്കര എന്താ പറയുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പ്രീമിയം ലുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു ഡാഷ്ബോർഡ് ഡിസൈൻ അല്ലേ ഈ വാഹനത്തിൽ വരുന്നത്. ഔട്ട്ഡേറ്റഡ് ആണെന്ന് എന്തായാലും പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ലൊരു ഡിസൈൻ തന്നെയാണ്. പക്ഷേ നിങ്ങളിപ്പോൾ ക്രെറ്റോ സെൽറ്റോസോ അല്ലെങ്കിൽ അങ്ങനത്തെ വണ്ടികളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത്തിരി താഴത്തോട്ട് പോകും. ഇനി അതല്ലാണ്ട് എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യക്കുള്ള എഞ്ചിൻ ഓപ്ഷൻസ് അവർ ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ ഇൻ്റർനാഷണലി ഈ വാഹനത്തിൽ മൈൽഡ് ഹൈബ്രിഡ് ഉണ്ട്, അതുപോലെ സ്ട്രോങ് ഹൈബ്രിഡ് ഉണ്ട്, പിന്നെ LPG പവർട്രെയിനും വരുന്നുണ്ട്. ഇന്ത്യയിൽ LPG എന്തായാലും വരാനുള്ള ഒരു സാധ്യതയില്ല. അവർ ആ LPG കൊടുക്കുന്നത് നമുക്ക് ഇന്ത്യയിൽ 1 ലിറ്റർ എഞ്ചിൻ ഉണ്ടല്ലോ, അതിൻ്റെ അകത്താണ്. ആ ഒരു എഞ്ചിൻ LPG ആയിട്ട് ഇവിടെ വരാൻ ചാൻസ് ഇല്ലാന്നേ ഉള്ളൂ. മിക്കവാറും എൻട്രി ലെവൽ വേർഷനൊക്കെ പോലെ നമുക്ക് ഇന്ത്യയിൽ മാഗ്നൈറ്റ് ടർബോയും അതുപോലെ കൈഗർ ടർബോ ഒക്കെ കിട്ടുന്ന ആ സെയിം എഞ്ചിൻ ഈ വാഹനത്തിൽ വന്നുകൂടായിക്കൊന്നുമില്ല. അതല്ലാതെ ഇതിൻ്റെ അകത്ത് ഇൻ്റർനാഷണലി വരുന്ന 1.6 ലിറ്റർ ഹൈബ്രിഡ് ആണ്. 148 bhp ഒക്കെ ജനറേറ്റ് 140 bhp 148 Nm ടോർക്കും ഒക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് പിന്നെ ഇതിൻ്റെ അകത്ത് ഇൻ്റർനാഷണലി വരുന്ന ഒരു 1.2 ലിറ്റർ മൈൽഡ് ഹൈബ്രിഡ് ആണ്. അത് 48 വോൾട്ട് ഹൈബ്രിഡ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന എഞ്ചിനാണ്. 110 മുതൽ 160 bhp വരെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ 1.2 എഞ്ചിൻ്റെ കൂടെയാണ് നമുക്ക് ഇൻ്റർനാഷണലി 4 വീൽ ഡ്രൈവിൻ്റെ ഓപ്ഷനൊക്കെ കിട്ടുന്നത്. എന്തായാലും നോക്കാം അവർ ഏതൊക്കെ എഞ്ചിൻസാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളത്. മാക്സിമം ഇന്ത്യയിൽ ലോക്കലൈസ് ചെയ്യാൻ പറ്റിയ എഞ്ചിൻസേ കൊണ്ടുവരുള്ളൂ, കാരണം ഒരുപാട് പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ആരും വാങ്ങില്ല. അതൊക്കെയാണ് ഈ വാഹനത്തെപ്പറ്റി നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ വാഹനത്തിൻ്റെ പുതിയ ജനറേഷന് ഇന്ത്യയിൽ ഡസ്റ്റർ എന്ന് പറഞ്ഞ പേര് കൊടുക്കുന്നതിൽ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഡസ്റ്ററിൻ്റെ ഒരു ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ ആ ഒരു പേര് ഇന്ത്യയിൽ അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് വാല്യൂ ഹോൾഡ് ചെയ്യുന്ന പേരാണ്. അതുകൊണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ബെറ്റർ സെയിൽസും കൈവരിക്കാൻ പറ്റാൻ ചാൻസ് ഉണ്ട്.
പുതിയ പേരൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതൊരു പുതിയ വണ്ടിയായി ഇന്ത്യയിൽ. പിന്നെ അതിൻ്റെ ഒരു ബ്രാൻഡ് നെയിം അവർ വീണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്യണം, ആൾക്കാരത് ട്രസ്റ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.